നിലാക്കനവിലെ നിലാകവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ സുദീപിനെതിരെ മൊഴി കൊടുക്കാൻ തന്നോട് സിറിൽ പറഞ്ഞതായി സുദീപിനോട് പറയുന്ന ശ്രുതി. ആക്സിഡന്റിന്റെ കാരണക്കാരൻ താനാണെന്നും ഇഷ ഇതിൽ നിരപരാധിയാണെന്ന കാര്യം പോലീസിനോട് തുറന്നു പറയണമെന്ന് സുദീപ് ഇഷയോട് പറയുന്നു. ഇതിനെ നിഷേധിക്കുന്ന ശ്രുതി. നമുക്ക് ഈ കാര്യത്തിൽ അരുൺ തോമസിന്റെ സഹായം ചോദിക്കാമെന്ന് സുദീപ് ഇഷയോട് പറയുന്നു. അരുൺ തോമസിനെ കാണാൻ വരുന്ന ശ്രുതി സിറിളും താനും സുദീപും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അരുൺ തോമസിനോട് പറയുന്നു. അവർ ഈ കാര്യം ചർച്ച ചെയ്യാൻ സുദീപിനെ കാണാൻ തീരുമാനിക്കുന്നു. ഇനി തുടർന്ന് കാണുക. കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടി. ശ്രുതി പറഞ്ഞാണ് അവന്റെ വരവിന്റെ ലക്ഷ്യം രണ്ടാണ്. സുദീപിന്റെയും ജയസുധയുടെയും കല്യാണം മുടക്കുക, അതിനോടൊപ്പം ശ്രുതിയെ കൊടുക്കുക. അതിനാണ് ഈ കേസും പൊക്കിക്കൊണ്ട് വന്നിരിക്കണേ. അതെ, പ്രതികാരം അവന്റെ മനസ്സിൽ നിറയെ. എങ്ങനെയെങ്കിലും എനിക്കെതിരെ കളിക്കണം, അതാ അവന്റെ ശ്രമം. അല്ല, അവന്റെ വരവിന്റെ പദ്ധതി തന്നെ അറിയാലോ. നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. നിങ്ങൾക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായി. കല്യാണം കഴിക്കാനാവാത്ത വിധം അവൻ നിങ്ങളെ അകറ്റി. പിന്നീട് ശ്രുതി ജയകൃഷ്ണനെ കല്യാണം കഴിക്കണു. അവൾ അയാളുടെ കൊച്ചിന്റെ അമ്മയാവനും പോണു. എന്നിട്ടും അവൻ അവളെ ശല്യം ചെയ്യണത് അത് ശരിയല്ല. ഒരു കല്ലിങ്കൽ ജോൺ സിറില് അയക്ക് എന്തിന്റെ കുഴപ്പപ്പെടുന്നു? എന്നെ സംബന്ധിച്ച് ശ്രുതി എൻ്റെ കമ്പനിയുടെ സ്റ്റാഫാണ്. എന്നെ സംബന്ധിച്ച് ശ്രുതി നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫാണ്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അതിലിടപെടേണ്ട അവകാശം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ജയകൃഷ്ണൻ ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിലും ശ്രുതി എന്നോട് സഹായം തേടിയ സാഹചര്യത്തിലും അല്ലടോ. ഞങ്ങളെ തമ്മിൽ അകറ്റിന്റെ പുറകിലും അവനാ കളിച്ചതെന്ന് എനിക്കറിയാം. മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. കേസിന്റെ കാര്യമൊക്കെ ശ്രുതി പറഞ്ഞായിരുന്നു. അവൻ ചില കളികൾ കളിച്ചാൽ സംഗതി കുഴയട്ടാ. അതിനുള്ള വകുപ്പ് അതിലുണ്ട്. അതാണ് അവൻ നിങ്ങളെ തേടി ഇവിടെ വന്നിരിക്കണേ. അവന്റെ നാടകത്തിൽ ശ്രുതി വീണ അവൻ വിചാരിച്ചെന്നെ നടക്കും. അവൻ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ കയറി സുദീപിനെതിരെ മൊഴി കൊടുക്കുന്ന. അതാണ് അവൻ ശ്രുതിയെ പഠിപ്പിച്ചിരിക്കണേ. അവൻ ഫ്രോഡാട്ടാ. അവന്റെ ആ ലുക്കില്ലേ, അത് കാണാൻ പറയാം. അവന്റെ ലക്ഷ്യം വേറെന്തോണം. പിന്നെ ഓഫീസിരുന്നപ്പോ ശ്രുതിയുടെ ഭാവമാറ്റവും അവന്റെ ഭാവമാറ്റവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീടുള്ള ശ്രുതിയുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. ഒന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അരുൺ സാറിനോട് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവൻ എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നതാണെന്ന് പിന്നീട് മനസ്സിലായത്. അവൻ നിസ്സാരക്കാരനെടുക്കെ ഒരു ചാതി സംഭവമാണ്. എടോ, അവൻ പറഞ്ഞിരുന്നത് അവന്റെ ഡാഡിയുടെ ഷെയർ ഉണ്ടെന്നായിരുന്നു. അങ്ങനൊന്നും ഇല്ലടോ. പക്ഷെ അവൻ ബുദ്ധിപരമായിട്ട് വരാപ്പുഴയിൽ പുതിയൊരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അവൻ വില്ലയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വന്നത്. അതിന്റെ അർത്ഥം എന്താ? കുറെ നാളായിട്ട് അവൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, വെൽ പ്ലാൻഡ് ആയിട്ട്. പക്ഷെ അവൻ കാശുകാരനാണ്. ഇല്ലെങ്കിൽ ഇത്ര പെട്ടതൊന്നും നടക്കില്ല. അവന്റെ ഡാഡിയും മമ്മിയൊക്കെ
വിദേശത്താ. ബോർഡിങ്ങിൽ അവൻ പഠിച്ചത്. ആ അത് തന്നെയാണ് എൻ്റെ കുഴപ്പം. ഒന്നിനും പഞ്ചം കാണില്ല. ഇതിനൊക്കെ നല്ല മരുന്ന് വേറെ ഉണ്ട്, നല്ല നാട്ടുമരുന്ന്. നമ്മള് പണി കൊടുക്കട്ടെ. ആ, അവൻ പണ്ടേ ഒരു സൈക്കൊക്കെ പോലെ പെരുമാറുന്നത്. അവന്റെ സൈക്കിക്ക് നമ്മൾ മാറ്റിത്തരാടോ. ജയസുധയും സുദീപുമായിട്ടുള്ള കല്യാണം നടക്കട്ടെ. അത് മുടക്കാൻ ഓരോരുത്തരെയും നമ്മൾ സമ്മതിക്കില്ല. അത് നമ്മുടെ ഉറപ്പാണ്. സിറിൽ അവനൊരു ക്രൂവൽ മൈൻഡടാ. ആ ആക്സിഡന്റ് വെറും ജസ്റ്റ് ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അവൻ അവിടുത്തെ പോലീസുകാർക്ക് കാശ് കൊടുത്ത് അതൊരു മർഡർ കേസാക്കി മാറ്റിയതാ, എന്നെ ഒതുക്കാൻ വേണ്ടി. ഇയാൾ അതൊന്നും കാര്യാക്കണ്ടോ. നിങ്ങള് കല്യാണക്കാരായിട്ട് മുമ്പോട്ട് പോന്നേ. ഹേയ്, ഇത് അവനാണ്. അവൻ വിളിച്ചോണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് വേണം അവന് ശ്രുതിയെ വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ, മൊഴി കൊടുക്കാൻ. ഒരു സെക്കൻഡ് ട്ടാ. എന്തുട്ടാ ചങ്ങായി, ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ഇയാൾ ഇങ്ങനെ വിളിക്കണേ? ഞാൻ പറഞ്ഞിട്ടോ ഇയാളെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ. അല്ല അരുൺ, എനിക്ക് വേറെ 2-3 പരിപാടികളുണ്ടായി. ഹായ്. ഒരു കസിനും അങ്കിളും ഒക്കെ വരുന്നുണ്ട്. അവരെ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ എന്തായാലും ഓഫീസിലേക്ക് വരിക. ശ്രുതി അവിടെ കാണുമോ? ശ്രുതിയാ, ഞങ്ങള് വേറൊരു മീറ്റിങ്ങിലാണ്. ഒരു ഹാഫ് ആൻ അവറിലെത്താം. ഓക്കെ, ഞാൻ ഓഫീസിലുണ്ടാവും. അവന് ചെറിയൊരു പണി കൊടുത്തിരിക്കുക. ശ്രുതിയായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുക. നാളെ കഴിഞ്ഞ് അവന്റെ വില്ല് അങ്ങോട്ട് പാല് കാച്ചെന്നുള്ള രീതിയിലാ അവന്റെ പോക്കും സ്പീഡും ഒക്കെ. ഇന്നലെ രാത്രിയില് ശ്രുതിയുടെ നമ്പർ ചോദിച്ചോണ്ട് 250 കോളാ നമ്മുടെ ഫോണിലേക്ക്. ശ്രുതി എവിടെയാണ് താമസിക്കുന്നത്, പേഴ്സണൽ നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും താൻ താമസിക്കുന്ന സ്ഥലം പറയാണ്ടിരുന്നത് നന്നായി. എന്നെ ഇന്നലെ രാത്രി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അയാൾക്കൊരു നമ്പറില്ല, രാവിലെ ഓഫീസിൽ വന്ന് കണ്ടാ മതിന്ന്. അവനാകെ ത്രില്ലടിച്ചിരിക്കുക. 2 പേരുടെ ജീവിതം അങ്ങോട്ട് കുളം തോട്ടാൻ വേണ്ടിട്ടെ. ചിലവന്മാർ ഇങ്ങനെയാണ്. ചിലരുടെ ജീവിതം തോലച്ചാലേ ഇവന്മാർക്ക് സമാധാനം കിട്ടും. കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ പുറകെ നടക്കണ്ട ആ ശവിക്ക് കെട്ടിയൊഴിഞ്ഞാൽ വല്ല തള്ളമാരുടെ പുറകെ നടന്നാ പോരെ. ഡോ സുദീപേ, നിങ്ങള് ധൈര്യമായിട്ടിരിക്കുക. ഈ കല്യാണം ഞങ്ങള് മുമ്പിൽ നിന്ന് നടത്തി തരും. ഞാൻ നോക്കിക്കോളടോ, അവൻ എവിടെ വരെ കളിക്കാൻ പോണു. അതെ, കൊച്ചിയിലെ അരുൺ തോമസിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതവനെ അറിയാഞ്ഞിട്ടാ. നേർവഴിയെങ്കിൽ അങ്ങനെ, നീ അതല്ല നേർവഴിയെങ്കിൽ അങ്ങനെ, നീ അതല്ല വളഞ്ഞ വഴിയാണെങ്കിൽ അങ്ങനെ തന്നെ. സുധി, നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ? സ്റ്റേഷനിൽ സമയത്തെത്തണ്ടേ? സമയട്ടാ. ഞങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് CA വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇയാള് ടെൻഷൻ ആവണ്ട. ഒരിക്കലും ഒത്തിരി സ്നേഹിച്ചിരുന്നവരല്ലേടോ നിങ്ങള്. ജീവിതം ഇനിയും 2 പേരുടെയും മുമ്പിൽ ഇങ്ങനെ കിടക്കല്ലേ. ജീവിച്ചങ്ങോട്ട് കാണിച്ചു കൊടുക്കണോടോ. ജയസുധയും സുദീപുമായിട്ടുള്ള കുടുംബജീവിതവും ശ്രുതിയും ജയകൃഷ്ണുമായിട്ടുള്ള കുടുംബജീവിതവും കണ്ട് അവൻ അസൂയപ്പെടണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട മൊഴിയൊക്കെ ശ്രുതിയെ ഞാൻ പഠിപ്പിച്ചോളാം. കർണാടക പോലീസും കേരള പോലീസും ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്ന പ്രതിയെ ഇവിടെ അടുത്തിരിക്കണേ. അപ്പോ നമുക്കങ്ങോട്ട് ഇറങ്ങാം. സർ, ഞാൻ പ്രഗ്നന്റ് ആണെന്നും മാരീഡ് ആണെന്നും സിറിലിന് അറിയില്ല. അറിയില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ല. എങ്കിൽ പിന്നെ പോലീസിനടുത്തും നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അവൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിച്ചോട്ടെ. അല്ല, ലീഗലി ഇഷ അൺമാരിഡ് അല്ലേ? അപ്പോൾ ജയകൃഷ്ണുമായിട്ടുള്ള വിവാഹകാര്യവും പ്രഗ്നന്റ് ആയതൊന്നും അവനറിയില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിറങ്ങാം. എന്നാ പോട്ടെ സുധുവേ, കാണാട്ടെ. ആടോ.
ബെൻസ് കാറാണല്ലോ വന്നിരിക്കുന്നേ. ക്യൂ നിൽക്കേണ്ടി വരൂ. ഒളിക്യാമറ ഉണ്ട്, സൂക്ഷിക്കണം. ഡോ, ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. താൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. താൻ പേടിക്കണ്ടോ? ഞാൻ പറഞ്ഞതുപോലൊക്കെ പറഞ്ഞാൽ മതി. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. ശരിടോ, ആ കൈ ഒന്ന് മാറ്റിക്കേ. അയ്യോ, ഗുഡ് മോർണിംഗ് സർ. എന്താട്ടോ സർ, എന്താ ഇങ്ങോട്ടൊക്കെ? എടോ, എനിക്കിവിടെ വെറുതെ വന്നൂടെ? ഓ. ഇവിടെ ജനമൈത്രി പോലീസ് സ്റ്റേഷനല്ലേ ഇത്. ഇവിടെ കയറിയിട്ട് ഇപ്പൊ കുറച്ച് കാലായി. ഓ പിന്നെ തന്റെ ഭാര്യയും കുഞ്ഞൊക്കെ ഓ, സുഖമായിരിക്കണോ? സന്തോഷമായിട്ട് ഇരിക്കുന്നു സർ. എസ് ഐ ഉണ്ട് സാറേ, ആളല്പം ചൂടനാ. ഞാൻ കണ്ടോളാം. ഓ, സർ, ഇത് മിസ്റ്റർ അരുൺ തോമസ്, ഡ്രീം ഹൗസ് കൺസ്ട്രക്ഷന്റെ MD-യാ. ഇരിക്കണം. എന്താ കാര്യം? വല്ല പാവങ്ങളെ സ്ഥലം വെട്ടിപ്പിടിച്ചതാണോ? ഞാൻ ബ്ലേഡുകാരനല്ല സർ. സ്ഥലമുള്ളവൻ എൻ്റെ അടുത്ത് വന്നാൽ ഒരു കൊച്ചു വീട് വെച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അതെൻ്റെ ജോലിയാണ്. പലിശ കൊടുപ്പ് നമ്മുടെ ജോലിയല്ല. വന്ന കാര്യം? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സാറിനെ അറിയിക്കാനുണ്ട്. എന്താ കാര്യം? നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിൻ്റെ കാര്യമാണ്. ഓഫീസിലെ CRM ആണ്, കസ്റ്റമർ റിലേഷൻ മാനേജർ. പേര് ഇഷാരവിന്ദ്. എന്താ? ഇഷാരവിന്ദ് അതാ ബാംഗ്ലൂർ കാര്യല്ലേ? അവളെ ഏതോ ഒരുത്തനെ വണ്ടി അടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നോ? ആ കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നേ? അതെ സർ. ബൈജു, സർ. ആ ഇഷാരവിന്ദിന്റെ ഫയലിംഗ് എടുത്തേ. ശരി സർ. അവളെയാണ് കഴിഞ്ഞ 4 മാസമായി കർണാടക പോലീസ് തിരയുന്നത്. അവളുടെ കാര്യമാണ് ഈ പറയുന്നേ? അതെ സർ. അതറിയാവുന്നതുകൊണ്ടാണല്ലോ ചില വിവരങ്ങൾ അങ്ങോട്ട് പറയാൻ വേണ്ടി സാറിനെ കാണാൻ വന്നേ. ദാ സർ. ഒരുത്തനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാറാക്കി വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് അവള് ബാംഗ്ലൂർ വിട്ടതാ. അത് മാത്രമല്ല, അവളുടെ അമ്മ അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് മാൻ മിസ്സിംഗ് കേസ് കൊടുത്തിരിക്കുക. അവളെങ്ങനെ താങ്കളുടെ കമ്പനി വന്നു? നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. ആള് നല്ല സ്മാർട്ട് ആയതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് കൊടുത്തു. കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവളൊരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണോ താൻ ജോലി കൊടുത്തത്? അതോ അവളൊന്നും പറഞ്ഞില്ലായിരുന്നോ? ആള് ക്രിമിനലൊന്നും അല്ല സർ. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ പോയപ്പോൾ ബൈക്ക് മറിഞ്ഞ് അപകടം പറ്റിയെന്നാ ആള് പറഞ്ഞേ. അതുതന്നെയാണ് ആള് പോലീസിന് മൊഴി കൊടുത്തതും. അത് പിന്നെ ഇങ്ങനെ ക്രിമിനൽ കേസായെന്നും കൊലപാതക ശ്രമമായെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇത്രയും കാലം പോലീസിന്റെയും നിയമത്തിന്റെയും കണ്ണിൽ നിന്ന് അവളെ ഒളിപ്പിച്ചു നിർത്തിയത് താനായിരുന്നല്ലേ? ഇപ്പൊ ഞങ്ങൾ പിടികൂടുന്നായപ്പോ ബുദ്ധിപൂർവം സറണ്ടർ ആക്കുക. ഗുഡ് ഐഡിയ. സാറതിനെ അങ്ങനൊന്നും വ്യാഖ്യാനിക്കണട്ടാ. നമ്മളാരും ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത്രമാത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവൾ ഇന്റർപോൾ തിരയണ ഇന്റർനാഷണൽ ക്രിമിനലൊന്നും അല്ലല്ലോ, ആണോ? പോലീസ് തിരയുന്ന ഒരു പ്രതിയെ ഒളിപ്പിച്ചു വെച്ചാൽ എന്താ ശിക്ഷ എന്നറിയോ? സാറിന്റെ പറച്ചിൽ കേട്ടാ ഞാനേതോ തീവ്രവാദിയെ ഒളിപ്പിച്ചു എന്ന് തോന്നുമല്ലോ. സാറ് പിന്നെ കൂട്ടുപ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് വിചാരണ നടത്തി അങ്ങ് തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. എടോ, ഇത് പോലീസ് സ്റ്റേഷനാണ്. സംസാരിക്കുന്നത് SIയോടാണെന്നുള്ള ഓർമ്മ വേണം. അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മയുടെ പരാതിയുണ്ട്. അവളെ കണ്ടുപിടിച്ച് ഞങ്ങൾ ബാംഗ്ലൂർ പോലീസിന് കൈമാറും. ഇതേ ഇന്റർസ്റ്റേറ്റ് കേസാ, നടപടികൾ കൂടും. അല്ല സാർ, നമുക്കൊരു സംശയമുണ്ട്. ഒരാൾ അങ്ങോട്ട് മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ അയാൾ മിസ്സായിട്ടുള്ള തീയതി മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ അയാളുമായിട്ട് കുടുംബപരമായോ മറ്റു യാതൊരു തരത്തിലോ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാണ്ട് വരുമ്പോഴല്ലേ ആള് മിസ്സിംഗ് ആണെന്ന് പറയാ. ഈ ഇഷയുടെ കാര്യത്തിൽ അങ്ങനൊന്നും ഇല്ലല്ലോ സാർ. അങ്ങനെയല്ലെന്ന് താനാണോ തീരുമാനിക്കുന്നത്? നമ്മൾ തീരുമാനിച്ചതല്ല സാറേ, അതാണ് വസ്തുത. അവൾക്ക് അവളുടെ കുടുംബത്തിലെ വളരെ അടുത്ത ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ. അവളുടെ സുഹൃത്തുക്കളുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് സാറേ ആള് മിസ്സിംഗ് ആവണേ? ഈ കേസിന്റെ പർപ്പസ് എന്താണ് സാർ? താൻ ഞങ്ങളെ നിയമം പഠിപ്പിക്കുക. എന്തന്വേഷിക്കണം, എവിടെ അന്വേഷിക്കണം, എപ്പോൾ അന്വേഷിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. താൻ പഠിപ്പിക്കണ്ട.
അവൾ ആള് കുഴപ്പക്കാരിയാ. അവളെ ഞങ്ങൾ പൊക്കിക്കോളാം. അതെ, നമ്മള് വെല്ലുവിളിക്കാനും ഷോ കാണിക്കാനൊന്നും വന്നല്ല. നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ അപകട സമയത്ത് അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം തോന്നി. പിന്നെ ഞാനിങ്ങനെ കയറി വന്ന് സാറിൻ്റെ മുമ്പിൽ ഇരിക്കണത് എന്തിനായിരിക്കുമെന്ന് സാർ എന്താ ചിന്തിക്കാതെ? ഇനി നിങ്ങൾ എത്ര അന്വേഷിച്ചാലും അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ വന്നതേ ഈ ഇഷാരവന്തിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാ. അവളെ കൊണ്ടുവന്നിട്ടുണ്ടോ താൻ? ഉണ്ട് സാറേ, എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, പുറത്ത് വണ്ടിയിലുണ്ട്. എന്നിട്ടാണോ ഈ നാടകം കളി? ആളൊരു പാവം പെണ്ണാണ്, പേടിച്ചിരിക്കുക. ഇനി സാറൊരു സീനൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ വിളിക്കാം അവളെ, അല്ലെങ്കിൽ വേണ്ട സാറ് തന്നെ വിളിച്ചോ. ഡോ ബൈജു, സാർ. പുറത്ത് വണ്ടിയിലൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്, അവളെയും വിളിച്ചേ. നീയാണോ ഇഷാരവിന്ദ്? അതെ സാർ. ഇങ്ങോട്ട് നീങ്ങ്. നീ അറിയോ ഇയാളെ? അറിയും. ഇയാളുടെ ഓഫീസിലാണോ നീ ജോലി ചെയ്യുന്നത്? അതെ സാർ. നീ ഇപ്പോ എവിടെ താമസിക്കുന്നേ? ക്വാർട്ടേഴ്സിലാ. വേറെ ആരുണ്ട് കൂടെ? സാറേ, അത് ഞാനെടുത്ത് കൊടുത്ത കോട്ടേജാ. നീ എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? സാർ 4 മാസമായി. ഇത്രയും നാള് നിന്നെ അന്വേഷിച്ച് കേരള പോലീസും കർണാടക പോലീസും അലഞ്ഞത് നീ അറിഞ്ഞില്ലേ? സുരേഷ്, ഇവളുടെ മൊഴിയെടുത്ത് ബാംഗ്ലൂർ പോലീസിന് കൈമാറാനുള്ള പേപ്പേഴ്സുകൾ തയ്യാറാക്ക്. വിത്തിൻ ഹാഫ് ആൻ അവർ. സാർ, ഇനി എന്താ പ്രൊസീജിയർ? ഇവളെ കൂടുതൽ ചോദ്യം ചെയ്യാനും മറ്റ് പോലീസ് നടപടികൾക്കും വേണ്ടി കർണാടക പോലീസിന് കൈമാറും. പിന്നെ അവര് നോക്കിക്കോളും. അത് നടക്കില്ല സാറേ. എന്താ എന്താ പറഞ്ഞ? അത് നടക്കില്ലെന്ന്. നടക്കില്ലെന്നോ? ഞാൻ നടത്തി കാണിച്ചു തരാം. എടോ, താനാ ഫയലിംഗ് എന്ന്. ഇത് നിങ്ങൾ മിസ്സായെന്ന് പറയണ ഇഷാരവിന്ദിൻ്റെ അങ്കിള്, അതായത് അമ്മാവൻ, അമ്മയുടെ മൂത്ത സഹോദരൻ ശ്രീ ബാലശങ്കറുമായിട്ട് മെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം വരെ ഉള്ളത്. പരാതിക്കാരി അദ്ദേഹത്തിൻ്റെ സഹോദരി. ഇപ്പൊ സാറിന് മനസ്സിലായി കാണുമല്ലോ, എവിടെയോ എന്തൊക്കെയോ ചില കാര്യങ്ങള്. ഇനിയും കുറെ തെളിവുകളുണ്ട് ട്ടാ ഇഷ മിസ്സിംഗ് അല്ലായിരുന്നു എന്നതിന്. ഇത് പരാതിക്കാരിയായ നിശാന്തിനി ശങ്കർക്കെതിരെ, അതായത് ഇഷയുടെ അമ്മയ്ക്കെതിരെ വക്കീൽ മുഖാന്തരം ഇഷ കൊടുത്തിരിക്കുന്ന പരാതിയുടെ കോപ്പി. അവളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് അമ്മയെന്ന്. ഇനിയും തെളിവ് വേണോ സർ? ഇതൊക്കെ നീയും ഇവളും ചേർന്നുള്ള നാടകങ്ങളല്ലേ? ഞാൻ ഫയലിലിടാം. പക്ഷേ എനിക്ക് ഇവളെ കർണാടക പോലീസിന് കൈമാറാതിരിക്കാൻ നിവൃത്തിയില്ല. കേസിപ്പോ ഇവിടെയാ, അവിടെയും ഇവിടെയും. നടക്കില്ല സാറേ, നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിശ്വാസമില്ലെങ്കിൽ പരാതിക്കാരന് മേലുദ്യോഗസ്ഥനെയോ കോടതിയോ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അത് സാറിന് അറിയില്ല. എനിക്ക് സാറിനെ വിശ്വാസമില്ല, അതുകൊണ്ട് മൊഴി തരാൻ നിവർത്തിയില്ല. സാറെന്താന്ന് വെച്ചാൽ ചെയ്തോ. പാടോ. അതെങ്ങനെയാ മിസ്റ്റർ ശരിയാവുന്നേ? അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾക്ക് ഇതുവരെ ഇഷയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നപ്പോഴല്ലേ ഇത്രയും വലിയ മിടുക്ക്. ഇയാളെ ഹാജരാക്കേണ്ടത് ഞാൻ ഹാജരാക്കിക്കൊള്ളാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്റെ സ്റ്റേഷൻ പരിധിയില്ല. ഈ കേസിന്റെ എഫ്ഐആർ മുകളിലോട്ട് സമർപ്പിക്കേണ്ടത് ഈ സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ഞാനാണ്. നിങ്ങൾ എത്ര മുകളിൽ പിടിച്ചാലും അടിസ്ഥാനപരമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന രീതിയിൽ നിങ്ങളുടെ മൊഴിയെടുക്കേണ്ടതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും ഇവിടെയാണ്. അതാണ് നിയമം. ഉമേ, ഇവിടെ അതുണ്ടോ? ഇഷ, ഇയാളെ ഇവിടുന്ന് ആരും കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാരമില്ല, I will manage. ഹലോ, ഇത് എന്താ പൈസത്? സർ. ആളൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്ത് ന്യായം? സ്റ്റേഷനിലെ കാര്യം പറയാൻ വരുന്നവരെ പ്രതിയാക്കുക. ഫാക്സ് ചെയ്തോളാം സർ. മടിവാള പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേറ്റ്മെന്റ് അയക്കാം സർ. ഞാൻ വിട്ടേക്കാം സർ. ഓക്കെ സർ, ഞാൻ വിളിച്ചോളാം. ശരി സർ. നല്ല പിടിപാടാ അല്ലേ? SP വിളിച്ച്
നമ്മള് നിസാരക്കാരനല്ല സാറേ, ഒരു ജാതി സംഭവമാണ്. ഈ അരുൺ തോമസിന് ആഭ്യന്തരമന്ത്രി വരെ പേഴ്സണൽ മൊബൈലിൽ കിട്ടും. പിന്നെ കാക്കിയിട്ട് സാർ ഇവിടെ ഉണ്ടാവില്ല. നമ്മുടെ ജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് 3 കാര്യങ്ങൾ നന്നാവണം: നീതി കിട്ടാൻ പോലീസ്, ആരോഗ്യത്തിന് ആശുപത്രി, പിന്നെ വിദ്യാഭ്യാസത്തിന് സ്കൂളും കോളേജൊക്കെ. അപ്പോൾ അങ്ങനെ മൊഴിയെടുക്കല്ലേ? നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വൈകിക്കണ്ടേട്ടാ, നമുക്ക് അല്ലറ ചില്ലറ ജോലിയുണ്ട്. ശരിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി എന്നാ. ഓക്കെ. മൊഴിയെടുത്ത് 1 മണിക്കൂറിനകം വിട്ടേക്കാം. ചെല്ലു. വരൂ.